ഹായ് ബിൻസിയാണ് കേട്ടോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കോട്ട് സെറ്റിന്റെ കളക്ഷൻ ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ്. കോട്ടണിൽ വന്നിരിക്കുന്ന കോട്ട് സെറ്റ് ആണ്, അതും ബഡ്ജറ്റ് ബൈ റേറ്റിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ തന്നെയാണ് കേട്ടോ ഇന്നും എടുക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഇരുന്നിട്ട് സ്ക്രീൻഷോട്ടും സൈസും സ്ഥലവും കൂടി ഒരുമിച്ച് എന്നെ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് കാണിക്കുന്നത് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ്. സിമ്പിൾ ആണ്, റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനാണ്. കോട്ടൺ ആണ് കേട്ടോ, അജ്രക് പ്രിന്റ് വന്നിരിക്കുന്ന കോട്ടൺ കുർത്തിയാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ് കേട്ടോ. ഇതിന്റെ നെക്ക് വരുമ്പോഴത്തേക്കും ഷർട്ടിന്റെ കോളർ നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് സെയിം പാറ്റേണിലാണ് കേട്ടോ നെക്ക് വന്നിരിക്കുന്നത്. സെന്റർ പോർഷനിൽ ഒരു പടി വന്നിട്ടുണ്ട്, അവിടെ ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന്റെ എൻ പോർഷനിലായിട്ട് ചെറിയൊരു സ്ലിറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് കേട്ടോ. ഇൻസൈഡ് പോർഷനിൽ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ടം വരുമ്പോഴത്തേക്കും ബോട്ടം കോട്ടൺ തന്നെയാണ്, പ്രിന്റിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ. ബോട്ടം പ്യുവർ കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ സ്ലീവ് വരുമ്പോഴത്തേക്കും സ്ലീവ്ലെസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇൻസൈഡ് പോർഷനിൽ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. 3/4 സ്ലീവ് തന്നെയാണ് വന്നിരിക്കുന്നത്. സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈഡിലായിട്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ. ഈ ഒരു അജ്രക് പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. കളർ വരുമ്പോൾ ബേസ് കളർ ബ്ലാക്ക് ആണ്. ബ്ലാക്കിന്റെ അകത്ത് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വരുന്ന അജ്രക് പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരും. നമുക്ക് നല്ല സ്റ്റൈലായിട്ട് റെഗുലർ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ സ്ലിറ്റഡ് ആണ്. ഇൻസൈഡ് പോർഷനിൽ വൺ സൈഡിലായിട്ട് ഇതുപോലെ സ്ലീവ്, നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും 3/4 സ്ലീവാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ചെറിയ സ്ലീവ് അല്ല കേട്ടോ. അതെ, ഇത്രയും തന്നെ സ്ലീവ് വരുന്നുണ്ട്. 3/4 ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിനാണ്. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഒരു 46 ഇഞ്ചോളം ലെങ്ത് ഇട്ടിട്ടാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ബോട്ടം ആണെങ്കിലും സെയിം തന്നെ മെറ്റീരിയലിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. പ്യുവർ കോട്ടൺ മെറ്റീരിയലിൽ തന്നെയാണ് ബോട്ടം വരുന്നത്. ബോട്ടം ആണെങ്കിലും ഫ്രണ്ട് പോർഷനിൽ പടി വന്നിട്ട് ബാക്ക് സൈഡ് എലാസ്റ്റിക് ആയിട്ടാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഇതാ ഇങ്ങനെയാണ്. ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ പടിയാണ്, ബാക്ക് സൈഡ് എലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത്. വൺ സൈഡിൽ പോക്കറ്റ് വന്നിട്ടുണ്ട്. അത്യാവശ്യം ലൂസായിട്ട് നിൽക്കുന്ന ഒരു ബോട്ടം ആണ് കേട്ടോ. സെമി ലൂസായിട്ട് നിൽക്കുന്ന ബോട്ടം ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ലെങ്ത്തിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഒരു 37-38 ഇഞ്ചോളം ലെങ്ത് ഇട്ടിട്ടാണ് ബോട്ടം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നമ്മുടെ സീറ്റിങ്ങിന്റെ പോർഷനിലൊക്കെ നല്ല ലൂസ് വന്നിട്ടാണ് ബോട്ടം വന്നിരിക്കുന്നത്. നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പാകത്തിനാണ്. ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ സ്മോൾ, മീഡിയം, ലാർജ് ആൻഡ് എക്സൽ ആണ് കേട്ടോ. ഇത് സ്മോൾ സൈസ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്മോൾ, മീഡിയം, ലാർജ് ആൻഡ് എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 899 ആണ് കേട്ടോ. അതും ഇൻസൈഡ് കേരളയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് വരുന്നത്. കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. നെക്ക് വരുമ്പോഴത്തേക്കും ഷർട്ടിന്റെ കോളർ നെക്ക് പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യം പറയുന്നതിൽ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഈ ഒരു പോർഷനിൽ പ്രിൻസസ് കട്ട് പാറ്റേൺ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. 3 പീസ് ആയിട്ടാണ് ഫ്രണ്ട് പോർഷനിൽ വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വെയർ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ഒതുക്കം ഫീൽ ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഈ പ്രിൻസസ് കട്ട് പാറ്റേണിലായതുകൊണ്ട് തന്നെ. അതുപോലെ സെന്റർ പോർഷനിൽ പടി വന്നിട്ട് ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിലും സ്ലിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ സൈഡ് പോർഷനിലും സ്ലിറ്റ് ഉണ്ട്. വിത്ത് ലൈനിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്ലീവ്ലെസ് ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സ്ലീവ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻസൈഡ് പോർഷനിൽ സ്ലീവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3/4 സ്ലീവ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പാകത്തിനാണ് കേട്ടോ. അതുപോലെ തന്നെ ബോട്ടം വരുമ്പോഴത്തേക്കും സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ള ബോട്ടം ആണ്. ബോട്ടത്തിന്റെ ഫ്രണ്ട് പോർഷനിൽ പടി വന്നിട്ട് ബാക്ക് സൈഡ് എലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത്. ബോട്ടത്തിന്റെ വൺ സൈഡിൽ പോക്കറ്റ്സും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ്. ഇതുപോലെയാണ് ബ്രിക്ക് റെഡ് ഷെയ്ഡിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന അജ്രക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. നെക്ക് ഇതുപോലെയാണ്. ഷർട്ടിന്റെ കോളർ നെക്ക് ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ്. ഈ ഒരു പോർഷനിലാണ് പ്രിൻസസ് കട്ട് പാറ്റേൺ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് സ്റ്റിച്ചിങ് വരുന്നുണ്ട്. ഇതുപോലെയാണ് കേട്ടോ. അതുപോലെ തന്നെ വൺ സൈഡിൽ ഇതുപോലെ സ്ലീവ് ഇൻസൈഡ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതും 3/4 സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്തോടുകൂടി തന്നെയാണ്. ബോട്ടം ആണെങ്കിലും സെയിം തന്നെയാണ് കേട്ടോ ബോട്ടം വന്നിരിക്കുന്നത്. നമ്മൾ സെയിം ആദ്യം കാണിച്ച പോലെ തന്നെ കളറിൽ മാത്രമാണ് ബോട്ടത്തിന് ഡിഫറൻസ് വന്നിട്ടുള്ളൂ. പ്രിന്റ് എല്ലാം സെയിം തന്നെയാണ്. ഇങ്ങനെയാണ് കേട്ടോ. ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ബോട്ടത്തിന്റെ പ്രിന്റ്. ആ ബ്രിക്ക് റെഡ് ഷെയ്ഡിൽ തന്നെ ബ്ലാക്കിന്റെ കളറിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് ബോട്ടത്തിന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ റെഗുലർ വെയറായിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനാണ്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ സ്മോൾ, മീഡിയം, ലാർജ് ആൻഡ് എക്സൽ ആണ്. എക്സൽ വരെയാണ് ഇതിന്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ അകത്ത് നമ്മൾ സ്മോൾ സൈസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. റേറ്റ് വന്നിരിക്കുന്നത് 899 ആണ് കേട്ടോ. അതും ഇൻസൈഡ് കേരളയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത കോട്ട് സെറ്റ് വന്നിട്ട് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. പ്യുവർ കോട്ടണിലാണ്, കാന്ത കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്കും ലൈറ്റ് ബ്ലൂന്റെയും ഡാർക്ക് ബ്ലൂന്റെയും കൂടി കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്.
നെക്ക് വരുമ്പോഴത്തേക്കും അഫ്ഗാൻ കോളർ നെക്ക് പാറ്റേണിലാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. സെയിം പാറ്റേണിലാണ് നെക്ക് വന്നിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. സ്ലീവിന്റെ എൻ പോർഷനിലും ചെറിയൊരു പടി കൊടുത്തിട്ടുണ്ട്. ബോട്ടം ആണെങ്കിലും സെയിം തന്നെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ബോട്ടം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. കാന്തക്കോട്ടൺ തന്നെയാണ് കേട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കോട്ട് സെറ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് റെഗുലർ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിന് ബഡ്ജറ്റ് ബൈ റേറ്റിൽ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് കേട്ടോ. ബേസ് കളർ ലൈറ്റ് ബ്ലൂ ആണ്. നെക്ക് വരുമ്പോഴത്തേക്കും ഇതുപോലെ അഫ്ഗാൻ കോളർ നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. ബേസ് കളർ ലൈറ്റ് ബ്ലൂ വന്നിട്ട് അതിൻ്റെ അകത്ത് ഡാർക്ക് ബ്ലൂവിന്റെയും ലൈറ്റ് ബ്ലൂവിന്റെയും കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് കേട്ടോ. ഇതുപോലെയാണ്. സിമ്പിൾ ആണ്, നമുക്ക് റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. സിമ്പിൾ ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഒരു 46 ഇഞ്ചോളം ലെങ്ത് ഇട്ടിട്ടാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബോട്ടം ആണെങ്കിലും സെയിം തന്നെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ബോട്ടം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പാകത്തിനുള്ള ബോട്ടം ആണ് കേട്ടോ. ഇതുപോലെയാണ്. ഫ്രണ്ട് പോർഷനിൽ പടിയും ഉണ്ട്, അതുപോലെ തന്നെ ഡോറീസും വന്നിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെ എലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത്. സെമി ലൂസ് ആയിട്ട് നിൽക്കുന്ന ബോട്ടം ആണ് കേട്ടോ വന്നിരിക്കുന്നത്. അത്യാവശ്യം ലെങ്ത്തോടു കൂടി തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത്. ബോട്ടത്തിന് ഒരു 39 ഇഞ്ചോളം ലെങ്ത് ഇട്ടിട്ടാണ് ബോട്ടം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വൺ സൈഡിൽ പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പാകത്തിനുണ്ട്. ഞാനിപ്പോൾ വിടർത്തി കാണിക്കുന്നത് ലാർജ് സൈസിൽ വന്നിരിക്കുന്ന ബോട്ടം ആണ്. സീറ്റിങ്ങിന്റെ പോർഷനിലൊക്കെ അത്യാവശ്യം വലുപ്പത്തോടു കൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു ഇൻവേർട്ടഡ് പ്ലീറ്റ്സ് ഒക്കെ, അതായത് ബോക്സ് നമ്മുടെ പ്ലീറ്റ് ഇടില്ലേ ബോട്ടത്തിന്റെ അവിടെ, ആ ഒരു പാറ്റേണും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത്. ഇതിന്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വന്നിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 850 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ച എല്ലാം തന്നെ കോട്ട് സെറ്റിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. പ്യുവർ കോട്ടണിൽ വരുന്ന കോട്ട് സെറ്റ് ആണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ താഴെ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാട്ടോ. ഇഷ്ടപ്പെട്ട ഐറ്റത്തിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, സൈസും സ്ഥലവും കൂടി ഒരുമിച്ച് തന്നെ മെസ്സേജ് ചെയ്യാട്ടോ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.